ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശ്രീ മൂകാംബിക അമൃതവിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി. ഈ വരുന്ന വർഷം, അതായത് 1200 ആണ്ട് ചിങ്ങമാസം 1 തീയതി മുതൽ കർക്കിടക മാസം വരെ, മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത്. ചിങ്ങമാസം 1 തീയതി മുതലുള്ള പൊതുവായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടണായ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മറ്റും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യേണ്ടുന്നതാണ്. മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽപാദവും ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് എന്താണ് ഈ ഒരു വർഷത്തെ ഫലം എന്ന് നമുക്കൊന്ന് നോക്കാം. 10ാം ഭാവത്തിൽ വ്യാഴവും 7ാം ഭാവത്തിൽ ശനിയും 8ൽ രാഹുവും സഞ്ചരിക്കുന്നൊരു കാലമാണ്. ഈ ഒരു കാലയളവിൽ 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും വളരെ ധനാഗമനം ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട്. ധനമൊക്കെ ഉണ്ടാകുവാനും കിട്ടുവാനുള്ള ധനങ്ങളൊക്കെ കയ്യിൽ വരുന്ന കാലവും ഒക്കെയാണ്. എങ്കിലും കർമ്മവുമായി ബന്ധപ്പെട്ടിട്ട്, ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മനോബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുവാനും ചെയ്യുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെ മുൻകോപം ഉണ്ടാകുവാൻ വളരെ സാധ്യതയുണ്ട്. ജോലിയിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ മൂലം മനോവിഷമമൊക്കെ ഉണ്ടാകും. എല്ലാ കാര്യത്തിനും ഒരു കാലതാമസമൊക്കെ ഉണ്ടാകുന്നൊരു വർഷകാലമാണ്. അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ വിയോഗം, അതുകൊണ്ട് വളരെയധികം മനോവിഷമം ഉണ്ടാകുവാനുമൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. ഏതൊരു തരത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും എത്രത്തോളം കഠിന അധ്വാനം ചെയ്തെന്ന് പറഞ്ഞാലും തക്കതായിട്ടുള്ള വരുമാനവും കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമല്ല. വളരെ കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യേണ്ടതായിട്ടും വരാം. തക്കതായിട്ടുള്ള അംഗീകാരമൊന്നും കിട്ടാനും സാധ്യതയില്ല. ഒരുപാട് ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അംഗീകാരങ്ങളൊക്കെ കിട്ടുമെന്നും പറഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടി വളരെ ഹാർഡ് വർക്കുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിന് തക്കതായിട്ടുള്ളൊരു അംഗീകാരം കിട്ടാതെ വരികയും തന്മൂലം മനോവിഷമവും ഒക്കെ ഉണ്ടാകുകയും ഒരു വൈരാഗ്യ ബുദ്ധിയൊക്കെ ഉള്ളിലുണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയമാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ വളരെ കൃത്യമായിട്ടും വളരെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പ്, മനോബലം കൊടുത്ത് മനസ്സുകൊണ്ട് തന്നെ ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു മെയ് മാസമൊക്കെ കഴിയുമ്പോൾ വളരെയധികം ഗുണങ്ങളുണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നുള്ള മേന്മ വർദ്ധിക്കും. ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കും, അംഗീകാരം ലഭിക്കും, വളരെയധികം ധനങ്ങളൊക്കെ ഉണ്ടാകും. ഈ ഒരു വർഷക്കാലം വളരെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരു വർഷത്തെ ഫലം. ചിങ്ങക്കൂറിൽ ജനിച്ച മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽപാദവും ചേർന്ന നക്ഷത്രക്കാർക്ക് എല്ലാവിധ കർമ്മഗുണങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്നത്, ശരിക്കും പറഞ്ഞാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. എന്തായിരുന്നാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവിധ അഭിവൃദ്ധികളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.